السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد وإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ولن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധ റമളാനിൻ്റെ ഏകദേശം പകുതി ഭാഗം പിന്നിട്ട ഒരു സന്ദർഭത്തിലാണ് ഈ ഓഡിറ്റോറിയത്തിൽ നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. ഇത്രയും ദിവസം നമ്മൾ അനുഷ്ഠിച്ച നോമ്പും നാം പാരായണം ചെയ്ത വിശുദ്ധ ഖുർആനും നമ്മൾ നൽകിയ ദാനധർമ്മങ്ങളുമെല്ലാം അള്ളാഹു സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഈ നോമ്പ് തുടങ്ങുന്ന സന്ദർഭത്തിലും തുടങ്ങിയതിന് ശേഷവുമൊക്കെയായി നമ്മുടെയൊക്കെ കുടുംബത്തിലും അയൽപ്പക്കത്തും സുഹൃത്തുക്കളിലുമെല്ലാം രോഗികളായി മാറിയ ആളുകളുണ്ട്. നോമ്പിൻ്റെ തുടക്കത്തിൽ കുറച്ചൊക്കെ നോമ്പുകൾ എടുക്കാൻ കഴിയുകയും പിന്നീട് അസുഖബാധിതരായി നോമ്പ് ഉപേക്ഷിക്കേണ്ടി വരികയും ചെയ്ത ആളുകളുണ്ട്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ആളുകളുണ്ട്. ഇപ്പോഴും ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്ക് പോലും പങ്കെടുക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിൻ്റെ വരാന്തകളിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന കുടുംബങ്ങളുണ്ട്. ഇവർക്കൊക്കെ അള്ളാഹു സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഈ നോമ്പ് തുടങ്ങിയതിന് ശേഷം മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബത്തിലെ ബന്ധുമിത്രാദികളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവരുടെയൊക്കെ ഖബറിടം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇന്ന് തന്നെ 2 ജനാസകൾ നമ്മുടെ ഈ ആദർശ കുടുംബത്തിൽ നടന്നിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് 2 മരണങ്ങളുണ്ടായത്. അതിലൊന്ന് നമ്മുടെ മഞ്ചേരിക്കടുത്ത് വെള്ളുവമ്പുറത്ത് തൊരപ്പ അബ്ദുസാഹിബ് എന്ന് പറയുന്ന നമ്മുടെ ഒരു കാരണവർ ദീർഘകാലം ആ പ്രദേശത്ത് മോങ്ങം മണ്ഡലത്തിൻ്റെ പരിസരത്ത് പ്രദേശത്തുമൊക്കെ തൗഹീദി പ്രബോധനത്തിന് തന്നെക്കൊണ്ട് കഴിയും വിധം നേതൃത്വം നൽകിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം.
അദ്ദേഹം ഇന്നലെ മരിച്ചു. ഇന്ന് 9 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ ജനാസ എടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പണ്ഡിതൻ ഹംസ മദീനി, അദ്ദേഹത്തിൻ്റെ ഉമ്മയും ഇന്നലെ നമ്മളെ വിട്ട് പിരിഞ്ഞു. ഇന്ന് 10 മണിയോടുകൂടി ഈ സമയത്തോടുകൂടി അവരുടെ ജനാസയും നമസ്കാരവും കഴിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു അവരുടെയൊക്കെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ കാലം, പ്രതീക്ഷയും ആശങ്കകളും എന്ന ഒരു വിഷയമാണ് ഇന്നത്തെ ഈ റമദാൻ വിജ്ഞാന വേദിയിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പുതിയ കാലമെന്ന് പറയുമ്പോൾ കാലത്തെ സംബന്ധിച്ച് തന്നെ ഒരു കാഴ്ചപ്പാട് നമുക്ക് ആദ്യം ഉണ്ടാകണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. പലപ്പോഴും നന്മ ചെയ്യാനും തിന്മ ചെയ്യാതിരിക്കാനും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ആളുകൾ പറയാറുണ്ട്. അതിൽ പ്രധാനമായി പറയാറുള്ളൊരു തടസ്സമാണ്, നമ്മുടെ കാലമൊന്നുമല്ല ഇത് പുതിയ കാലമാണ്, ഈ പുതിയ കാലത്ത് ഇങ്ങനെയൊക്കെ നടക്കുകയുള്ളൂ എന്നുള്ള ഒരു ന്യായമാണ് പലപ്പോഴും നമ്മളെല്ലാവരും പങ്കുവെക്കാറുള്ളത്. ഇപ്പോൾ വീടുകളിലൊക്കെ കുട്ടികൾ ഇസ്ലാമികമായ രീതിയിൽ വളരുകയും വികസിക്കുകയും ചെയ്യാതെ വരുമ്പോൾ, അവരെ നിയന്ത്രിക്കേണ്ടി വരുമ്പോൾ ഉമ്മമാർ പോലും ഇപ്പോൾ പറയുന്നൊരു കാര്യമാണ്, അതിന് നമ്മളെ ചെറുപ്പകാലമൊന്നുമല്ല, ഇപ്പോൾ പുതിയ കാലമാണ്, കാലമൊക്കെ മാറിയിട്ടുണ്ട്, അപ്പോൾ കുട്ടികളൊക്കെ ഇപ്പോൾ അങ്ങനെ ആയിരിക്കും, കുറച്ചൊക്കെ നമ്മൾ അവർക്കനുസരിച്ച് നിന്നു കൊടുക്കല്ലാതെ നിർവാഹമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമികമായി തെറ്റാണെന്ന് നമുക്ക് 100% ഉറപ്പുള്ള കാര്യങ്ങൾക്ക് പോലും നിന്നു കൊടുക്കേണ്ടി വരുന്ന നിസ്സഹായതയുടെ ഒരവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ എനിക്ക് ഒന്നാമതായി തിരുത്താനുള്ളത് അവിടെ തന്നെയാണ്. കാലത്തെ കുറ്റം പറഞ്ഞ് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഒഴിഞ്ഞു മാറാൻ പാടില്ല. കാരണം കാലം എന്നും ഒരുപോലെ തന്നെയാണ്. ചില ആളുകളൊക്കെ പറയും ഇതൊരു കെട്ട കാലമാണ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള പരാമർശങ്ങളൊന്നും വിശ്വാസികൾ നടത്താൻ പാടില്ല. കാരണം കാലത്തെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ലാ തസുബ്ബുദ്ദഹർ, നിങ്ങൾ ഒരിക്കലും തന്നെ കാലത്തെ കുറ്റം പറയരുത്. കാരണം ഫഇന്നല്ലാഹ ഹുവദ്ദഹർ, നിശ്ചയമായും കാലമെന്ന് പറയുന്നത് അള്ളാഹുവാണ് എന്നാണ്. അതായത് കാലം അള്ളാഹുവാണ് എന്ന കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കാലത്തെ കുറ്റം പറയുമ്പോൾ അത് അള്ളാഹുവിനെ കുറ്റം പറയുന്നതിന് തുല്യമാണ്. അപ്പം കാലം അങ്ങനെയാണ്, കാലം മാറിയിട്ടുണ്ട്, കാലത്തിൻ്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ അധർമ്മങ്ങളെയും ന്യായീകരിക്കുകയോ കൂട്ടുനിൽക്കുകയോ തടയാതിരിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണത ഒരിക്കലും തന്നെ വിശ്വാസികൾക്ക് ഉണ്ടാകുവാൻ പാടില്ലാത്തതാണ്. ചില ആളുകൾ പറയും പണ്ടത്തെ കാലം വളരെ ഉഷാറായിരുന്നു, ഇപ്പോഴാണ് കാലം മോശമായത്. ചില ആളുകൾ പറയും പണ്ട് വളരെ മോശമായിരുന്നു, ഇപ്പോഴാണ് കാലം നന്നായത് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട്. എവിടെയും നമുക്കുണ്ടാകേണ്ട ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് പഴയ കാലം നല്ലത് മോശം എന്നിങ്ങനെയില്ല. എല്ലാ കാലത്തും തിന്മകൾ ഉണ്ടാകാറുണ്ട്, എല്ലാ കാലത്തും അതിൻ്റേതായ നന്മകളും ഉണ്ടാകാറുണ്ട്. അത് അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഉത്തമ നൂറ്റാണ്ട് എന്ന് പറഞ്ഞ ഒരു കാലം നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആ കാലത്തെ ആണ് ഏത് കാലഘട്ടത്തിലുള്ള ആളുകളും മാതൃകയാക്കേണ്ടത് ആ കാലഘട്ടത്തെയാണ്. അതാണ് കാലത്തെ സംബന്ധിച്ച് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഖൈറുൽ ഖുറൂനി ഖർനി, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. നൂറ്റാണ്ടുകളിൽ വെച്ച്, കാലങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല കാലം, ഏറ്റവും നല്ല നൂറ്റാണ്ടെന്ന് പറയുന്നത് എൻ്റെ നൂറ്റാണ്ടാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച ആ കാലം, അതാണ് ഏറ്റവും നല്ല കാലം. പിന്നെയോ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നീട് എനിക്ക് ശേഷം വന്നവർ, പിന്നീട് അതിനുശേഷം വന്നവർ, ഇതിനെയാണ് നമ്മൾ ഉത്തമ നൂറ്റാണ്ട് എന്ന് പറയുന്നത്. അഥവാ 300 വർഷം, ഒരു നൂറ്റാണ്ട് കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലമാണ്. പിന്നീട് പ്രവാചകന്റെ അനുചരന്മാരുടെ സ്വഹാബത്തിന്റെ കാലമാണ്. പിന്നീട് അവരെ തുടർന്നു വന്ന താബീയങ്ങളുടെ കാലമാണ്. അങ്ങനെ പ്രവാചകന്റെയും സ്വഹാബത്തിൻ്റെയും താബീയങ്ങളുടെയും ആ കാലഘട്ടത്തെയാണ് ഏറ്റവും ഉത്തമമായ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്ര കാലം മുന്നോട്ട് പോയാലും
നമ്മൾ മാതൃകയാക്കേണ്ടത് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനെയല്ല, അതിൻ്റെ മുമ്പുള്ള നൂറ്റാണ്ടിനെയല്ല, അതിൻ്റെ തൊട്ട് മുമ്പുള്ള നൂറ്റാണ്ടിനെയുമല്ല. മറിച്ച് വിശ്വാസികൾ മാതൃകയാക്കേണ്ടത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തെയാണ്, ആ സഹാബത്തിൻ്റെ കാലഘട്ടത്തെയാണ്, താബിഈങ്ങളുടെ കാലഘട്ടത്തെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ധാരണ നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അതല്ലാതെ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് വളരെ ഉഷാറായിരുന്നു അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ പീസ് റേഡിയോയിൽ പഴയ ചില കാരണവന്മാരുടെ സ്മരണകൾ അയവിറക്കിയിരുന്നു. അതിൽ 2 കാരണവന്മാർ അവരുടെ ചെറുപ്പകാലം, ഏകദേശം 80-90 വയസ്സിനിടയിലുള്ള ആളുകളാണ് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞത്. അത് കേട്ടിട്ടില്ലെങ്കിൽ നമ്മൾ കേൾക്കണം, പ്രത്യേകിച്ച് പുതിയ തലമുറ കേൾക്കണം. അതിലവർ പറയാൻ ശ്രമിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ചെറുപ്പകാലം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്തേക്കാൾ മോശമായിരുന്നു എന്നാണ്. അതായത് അവരുടെ വിദ്യാഭ്യാസം, മര്യാദക്ക് മദ്രസയില്ലാത്ത കാലഘട്ടം, ഓത്തുപള്ളി എന്ന പേരിലുണ്ടായിരുന്ന സംവിധാനം, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പഠിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം, പിന്നെ വിശുദ്ധ ഖുർആനിൻ്റെ പരിഭാഷ കിട്ടാത്ത സാഹചര്യം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടാത്ത ഒരു കാലഘട്ടം, പള്ളിയിൽ ബാങ്ക് കൊടുത്താൽ അവിടെ നമസ്കരിക്കാൻ പോലും ആളില്ലാത്ത സാഹചര്യം. ഇതുപോലെ തന്നെ ഇന്ന് ഈ വിശുദ്ധ റമദാനിന് ആയിക്കഴിഞ്ഞാൽ എല്ലാ ഊടുവഴികളിലും അതുപോലെ തന്നെ തോട്ടങ്ങളിലുമൊക്കെ ഒളിച്ചു വെച്ചുകൊണ്ട് ആളുകൾ ചായമക്കാനികൾ വെച്ചുകൊണ്ട് അവിടെ വെച്ച് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന സാഹചര്യം. ഇങ്ങനെയുള്ള ഒരു വല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അവരുടെയൊക്കെ ചെറുപ്പകാലമെന്നാണ് അവർ പങ്കുവെക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മളിപ്പോൾ ആലോചിച്ചു. അതുപോലെ തന്നെ വേഷവിധാനങ്ങൾ, സ്ത്രീകളുടെ വേഷമാണെങ്കിലും അവരുടെ മാറും വയറുമൊക്കെ യഥേഷ്ടം പുറത്തു കാണിച്ചു കൊണ്ടുള്ള വേഷമായിരുന്നു മുമ്പുണ്ടായിരുന്നത് എന്ന് പങ്കുവെക്കുന്നു. അതൊക്കെ നമ്മുടെ അടുത്ത കാലത്താണ് പോയത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നോക്കുമ്പോൾ ആ കാലത്തൊക്കെ ഈ കാലഘട്ടം, ഇപ്പോഴുള്ള സൗകര്യങ്ങൾ, മതം പഠിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം എത്രയോ നല്ലൊരു സാഹചര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ പല കാലങ്ങളെയും അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് പല കൺഫ്യൂഷനുകളും ഉണ്ടാകും. എന്നാൽ ഏറ്റവും ഉത്തമമായ തലമുറ എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലമുറയാണ് എന്ന ബോധം നമുക്കുണ്ടാകേണ്ടത്. അതിനെയാണ് നൂറ്റാണ്ട് എത്ര പിന്നിട്ടാലും ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യന്മാരും ആ ഒരു കാലത്തെയാണ് മാതൃകയായി സ്വീകരിക്കേണ്ടത്. അതിനെ മാതൃകയായി ആര് സ്വീകരിക്കുന്നുമോ, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു കാലത്ത് നിന്നോ ഏതൊരു കാര്യങ്ങൾ ചെയ്തോ അതുപോലെ അതിനെ രീതിയിൽ പിൻപറ്റുന്ന ആളുകൾ വിജയിച്ചിരിക്കുന്നു, അവരാകുന്നു വിജയത്തിൻ്റെ കക്ഷി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തൊരു കാര്യം നമ്മൾ കൃത്യമായി തിരിച്ചറിഞ്ഞു പോകേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത്, ഏത് കാലത്തുള്ള വെല്ലുവിളികളും അതിജീവിക്കാൻ ഒരൊറ്റ മരുന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ തിരിച്ചറിയണം. കാലം എത്ര മാറട്ടെ, അത് പഴയ കാലമാകട്ടെ, പുതിയ കാലമാകട്ടെ, വരാനിരിക്കുന്ന കാലമാകട്ടെ, വെല്ലുവിളികളുടെ സ്വഭാവങ്ങൾ ഏത് രീതിയിൽ മാറിമറിയട്ടെ, എങ്ങനെ മാറിമറിഞ്ഞാലും അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ഒരൊറ്റമൂലി മാത്രമാണുള്ളത്. ആ ഒറ്റമൂലി എന്ന് പറയുന്നത് ദോഷബാധയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ്. അത് ഒരു വ്യക്തി ദോഷബാധയെ സൂക്ഷിച്ച് ജീവിക്കുന്നുവെങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും അവർക്ക് തരണം ചെയ്യാൻ കഴിയും. ഒരു കുടുംബം അത് സൂക്ഷിക്കുന്നുവെങ്കിൽ ആ കുടുംബത്തിന് അവരുടെ വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയും. ഒരു സ്ഥാപനം അങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കുന്നുവെങ്കിൽ ആ സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. ഒരു സമൂഹം ഇത്തരം കാര്യങ്ങളെ, ദോഷബാധയെ തങ്ങളുടെ സമൂഹത്തിലേക്ക് വരാതെ അണകെട്ടി നിർത്തുന്നുവെങ്കിൽ ആ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. ഒരു രാജ്യത്തിന് കഴിയും. അങ്ങനെയാണ് വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. വമൻ യത്തഖില്ലാഹ, ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവോ, യജ്അൽ ലഹു മഖ്റജ, അവർക്ക് അല്ലാഹു ഒരു മഖ്റജ് ഉണ്ടാക്കി കൊടുക്കുമെന്നാണ്. ഇപ്പോൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഡോറിൻ്റെ അവിടെ പലപ്പോഴും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും എക്സിറ്റ്. അതിന് അറബിയിൽ എന്താ പറയുക? മഖ്റജ് എന്നാണ്. വലിയ ബിൽഡിങ്ങുകൾക്കൊക്കെ മുകളിൽ അഗ്നിബാധയുണ്ടായാൽ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായി ഡോറായിട്ട് എഴുതി വെച്ചിരിക്കുന്നത് മഖ്റജ് എന്നായിരിക്കും. അഥവാ പുറത്തേക്കുള്ള വഴി, പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു ചാടാനുള്ള വഴി. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ ഈ റമദാൻ ക്ലാസ്സിന് വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും, ഇപ്പോൾ ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിലും പ്രസംഗം കേൾക്കുകയാണെങ്കിലും അവരുടെ മനസ്സിനെ വല്ലാതെ മതിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരെയും ഉണ്ട്.
അതൊരു പക്ഷേ തീർത്തും വ്യക്തിപരമാകാം, ഭാര്യ പോലും അറിയാത്ത വിഷയങ്ങളാകാം, ഭർത്താവ് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളാവാം. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമോ തൊട്ടടുത്ത ഒരു ആഴ്ച മുമ്പോ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ഡയഗ്നോസ് ചെയ്ത ആ അസുഖത്തെ സംബന്ധിച്ചായിരിക്കും ഒരു പക്ഷേ ഇപ്പോൾ നമ്മുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു കൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഏകദേശം ഒരു 6 മാസം മുമ്പ് വിവാഹം ചെയ്തു കൊടുത്ത നമ്മുടെ മകൾ, ആ മകൾ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി ഇപ്പോൾ ആ കുടുംബ ബന്ധത്തിൽ വന്ന ചെറിയൊരു ഉലച്ചിൽ, അതായിരിക്കും ഒരു പക്ഷേ നമ്മുടെ മനസ്സിനെ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടി 6 മാസം അവിടെ നിന്ന് വീണ്ടും ഇവിടെ വന്ന് നിൽക്കുന്നു, തീരുമാനമാകാതെ നിൽക്കുന്നു. ഇനി എന്താകുമെന്ന് ആശയക്കുഴപ്പത്തിൻ്റെ സാഹചര്യം. വിവാഹത്തിൻ്റെ പ്രായമായിട്ട് ആ വിവാഹത്തിന് വേണ്ടി കുട്ടിയോട് ആവശ്യപ്പെടുമ്പോൾ കുട്ടി സമ്മതിക്കാത്തതിൻ്റെ വിഷമവുമായി ബന്ധപ്പെട്ട് പ്രയാസത്തിലുള്ള കുടുംബങ്ങൾ ഒരുപക്ഷെ ഇങ്ങനെ ഉണ്ടായിരിക്കാം. അങ്ങനെ രോഗം കൊണ്ടും മറ്റു കഷ്ടപ്പാടുകൾ കൊണ്ടും അതേപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും പ്രാരാബ്ധം കൊണ്ടുമൊക്കെ കടം വാങ്ങി അത് തിരിച്ചടക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾ, അങ്ങനെ വിദേശത്ത് നിന്ന് ലീവിൽ വന്ന് തിരിച്ചു പോകാൻ നോക്കുമ്പോൾ ആ വിസ ക്യാൻസലായി, അല്ലെങ്കിൽ ആ ജോലി ഇല്ലാതെയായി, ഇനി എന്ത് ജോലി ചെയ്യുമെന്നറിയാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, ഓരോ സംരംഭങ്ങൾ തുടങ്ങി ആ സംരംഭങ്ങളിൽ നിന്ന് വേണ്ടതുപോലെ മുന്നോട്ട് പോകാൻ കഴിയാതെ ഒരുപാട് കാശ് നഷ്ടപ്പെട്ടതിൻ്റെ പ്രയാസത്തിൽ കഴിയുന്ന ആളുകൾ, ഇപ്പോൾ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ പരീക്ഷയിൽ വിചാരിച്ചതുപോലെ ഉത്തരം എഴുതാൻ കഴിയാതെ പോയതിൻ്റെ വിഹ്വലതകൾ, ഇങ്ങനെ നമ്മുടെ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മോചനം അല്ലാഹ് നൽകുമെന്നാണ്. പടച്ചോൻ നമ്മളെ മോചിപ്പിക്കാൻ വിചാരിച്ചാൽ, അള്ളാഹു രക്ഷപ്പെടുത്താൻ വിചാരിച്ചാൽ വേറൊരാൾക്കും അത് തടയാൻ കഴിയില്ല. അതിന് അള്ളാഹു പറയുന്ന ഏക മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു തുറവി അള്ളാഹു ജീവിതത്തിൽ ഉണ്ടാക്കി തരും. എന്ത് പ്രശ്നത്തിലാണോ നിങ്ങൾ കുരുങ്ങിക്കിടക്കുന്നത് അവിടെ ഒരു വിശാലത അള്ളാഹു ഉണ്ടാക്കുക തന്നെ ചെയ്യും. നിങ്ങൾ വിചാരിക്കാത്ത വഴിയിലൂടെ അള്ളാഹു നിങ്ങൾക്ക് ഉപജീവന മാർഗം കൊണ്ടുവന്നു തരികയും ചെയ്യുമെന്നാണ്. ഒരു വിസ ക്യാൻസലായി എന്നത് നമുക്ക് പെട്ടെന്ന് വിഷമം തോന്നും. പക്ഷെ അത് ക്യാൻസലാകുന്നത് വേറെ ഏതെങ്കിലും ഒരു നല്ല വഴി നമുക്ക് തുറന്നു നൽകാനായിരിക്കാം. അള്ളാഹു ആലം, നമുക്കറിയില്ല. അള്ളാഹിൻ്റെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഒരു വിവാഹം നമുക്ക് നടന്നില്ല എന്ന് വന്നേക്കാം, പക്ഷെ ആ വിവാഹം നടക്കാതെ പോയത് അതിനേക്കാൾ നല്ലൊരു വിവാഹം നമുക്ക് നൽകാൻ വേണ്ടിയായിരിക്കാം. നമുക്കറിയില്ല അത്. അപ്പൊ ഏത് നഷ്ടപ്പെട്ടാലും കൃത്യമായി അള്ളാഹുവിനെ കുറിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അയാൾക്ക് യാതൊരു വിഷമവും ഉണ്ടാവുകയില്ല. അപ്പോൾ നമ്മൾ ഏത് കാലത്തെ വെല്ലുവിളികളാണെങ്കിലും ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഒരു വിശ്വാസി പ്രതീക്ഷയോടുകൂടിയായിരിക്കണം മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു നിരാശയും പ്രയാസവും എപ്പോഴും മനസ്സ് മടുത്ത് ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അങ്ങനെയുള്ള ഒരു വിഹ്വലതയിൽ കഴിയേണ്ടവരല്ല വിശ്വാസികൾ. മറിച്ച് നമ്മൾ അള്ളാഹുവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ളവരാവുക. ആ ബന്ധം മാത്രം നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ തന്നെ ബാക്കി അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ പടച്ചോൻ ഒരു വഴി നമുക്ക് ഉണ്ടാക്കി തരും. പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം കിട്ടും. അതൊരു പക്ഷേ ഇവിടുന്ന് പെട്ടെന്ന് കിട്ടിക്കൊള്ളണം എന്നില്ല. നാളെ ഒരു പക്ഷേ പരലോകത്തേക്കായിരിക്കും അള്ളാഹു അതിൻ്റെ ഉത്തരം മാറ്റി വെച്ചിട്ടുണ്ടാകുക. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകം എന്ന് പറയുന്ന നശ്വരമായ കാലമാണ്. ശാശ്വതമായി ജീവിക്കാനുള്ളത് പരലോകത്താണ്. അപ്പോൾ നമുക്ക് പരലോകം സംരക്ഷിച്ചുകൊണ്ട് അവിടെ എനിക്ക് രക്ഷപ്പെടണമെന്ന രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളെ മുമ്പിൽ എന്ത് വിഷമങ്ങളും പ്രയാസങ്ങളും വന്നാലും അത് പുഷ്പം പോലെ അയാൾക്ക് മാറ്റി മുന്നോട്ട് പോകാൻ പറ്റും. ആർക്കാണ് എപ്പോഴും നിരാശയുണ്ടാവുക? ഇതാണ് ജീവിതം എന്ന് വിചാരിക്കുമ്പോഴാണ്. എനിക്ക് ജീവിക്കാനുള്ളത് ഇവിടെയാണ് എന്ന് കരുതി ഒരാൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ നിന്ന് തന്നെ എല്ലാം കിട്ടണം. ഇവിടെ നിന്ന് കിട്ടാതെ പോകുമ്പോൾ അങ്ങേയറ്റം നിരാശയുണ്ടാകുന്നു. അപ്പൊ ഇതാണ് ഒരു മുസ്ലിമിന്റെ മനസ്സിൽ കാലഘട്ടങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികളോട് ഉണ്ടാകേണ്ടുന്ന ഒരു സമീപനം എന്ന് പറയുന്നത്. അടുത്തൊരു വിഷയം, കാലം മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും വിലയിരുത്തിയാൽ നമുക്ക് 2 കാര്യങ്ങൾ ബോധ്യമാകും. ഈ കാലം ഇങ്ങനെ പുതിയ കാലം മുന്നോട്ട് പോകുമ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന ഓരോ വിഷയങ്ങൾ നമ്മൾ ശരിക്ക് വിലയിരുത്തുകയാണെങ്കിൽ 2 വിഷയങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. ഒന്ന്, ഇസ്ലാമിക പ്രമാണങ്ങളുടെ അജയ്യത നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുമെന്നതാണ്.
ഒന്നാമത് നമുക്ക് ലഭിക്കുന്ന കാര്യതാണ്. അതായത് ഇനി മുന്നോട്ട് പോകുമ്പോൾ കാലങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും എന്നതിനെ സംബന്ധിച്ച് ഇസ്ലാമിക പ്രമാണങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അത് വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം ബോധ്യപ്പെടുക, ഇസ്ലാമിക പ്രമാണങ്ങളുടെ അചയ്യത, അത് സത്യമാണ്, അത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ് എന്നുള്ളൊരു ബോധ്യം കൂടുതൽ നമുക്കുണ്ടാകും. രണ്ടാമത്തേത്, നമ്മെ കൂടുതൽ വിചാരണ ചെയ്യാൻ പറ്റും, ഓഡിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തെങ്കിലും തകരാറുകളിൽ അകപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ നമ്മളെ ഒന്നിങ്ങനെ മാറ്റുരച്ച് നോക്കാൻ സാധിക്കും. അതിന് സഹായകമാകുന്ന ഏതാനും ചില കാര്യങ്ങൾ ഞാൻ പറയാം. മുഴുവൻ പറയാനൊന്നും ഈ സമയം നമുക്ക് അനുവദിക്കുകയില്ല. അതിലൊന്ന്, ഇപ്പോൾ സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇപ്പോഴത്തെ അനുഭവം എന്താ? സമയം എല്ലാവർക്കും ഒരേ അനുഭവം ഉണ്ടാവുക. എന്താണ്? പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നു എന്നത്, അല്ലേ? ഇപ്പം റമദാൻ തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞെന്താ, അല്ലോ എത്ര പെട്ടെന്നാണ് റമദാനായത്, ഒരു വർഷം കഴിഞ്ഞത് അറിഞ്ഞില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്താ നമ്മൾ പറയണത്? ഇപ്പം റമദാൻ ഏകദേശം പകുതി പിന്നിട്ട് എന്ന് പറയുമ്പോൾ പകുതി കഴിഞ്ഞോ, എത്ര പെട്ടെന്നാ, അല്ലേ? അതായത് വളരെ വേഗത്തിൽ സമയം കഴിഞ്ഞു പോകുന്നു എന്നത് ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ഒരു അനുഭവമാണ്. രാവിലെ എണീറ്റ് എന്തെങ്കിലും ഒരു കാര്യത്തിന് അങ്ങാടിക്ക് ഇറങ്ങി തിരിച്ചു വരുമ്പോഴേക്കും ആ ദിവസം കഴിഞ്ഞു. എന്നാൽ പഴയ 24 മണിക്കൂർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞു പോകും. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താ? ലാ തഖൂമുസ്സാഅ, അന്ത്യദിനം വരികയില്ല. ഏതുവരെ? ഹത്താ യതഖാറബസ്സമാൻ, കാലം ഇങ്ങനെ അടുത്തടുത്ത് വരുന്നത് വരെ. ഏതുപോലെ? ഫതകൂനുസ്സന, ഒരു വർഷം കശ്ശഹിരി, ഒരു മാസത്തെ പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. വശഹറു, ഒരു മാസമാകട്ടെ കൽ ജുമുഅ, ഒരാഴ്ചയെപ്പോലെ നിങ്ങൾക്ക് തോന്നും. വതകൂനുൽ ജുമുഅ, ഒരാഴ്ചയാകട്ടെ കൽ യൗം, ഒരു ദിവസം പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. വയകൂനുൽ യൗം, ഒരു ദിവസമാകട്ടെ കസ്സാഅ, ഒരു മണിക്കൂർ പോലെയാണ് നിങ്ങൾക്ക് തോന്നുക. വതകൂനുസ്സാ, ഒരു മണിക്കൂറാകട്ടെ കല്ലറമതി ബിന്നാർ, തീ ഇങ്ങനെ കത്തിപ്പടർന്നു പോകുന്നത് പോലെ ഒരു മണിക്കൂർ പെട്ടെന്ന് കഴിഞ്ഞു പോകും. തീ കത്തുന്ന പോലെയാണ് പോകുന്നത്. എത്ര വസ്തുതയാണ് നിങ്ങൾ നോക്കി. നിങ്ങൾ പണ്ടുള്ള 24 മണിക്കൂറും ഇപ്പോഴുള്ള 24 മണിക്കൂറും ഒരേപോലെയാണ്. പക്ഷേ നമുക്ക് എത്ര വേഗത്തിലാണത് കഴിഞ്ഞു പോകുന്നത്. ഇപ്പോഴും ചില ആളുകൾ ഡേറ്റ് എഴുതുമ്പോൾ തെറ്റും, അല്ലേ? 2024 നല്ല 23 എഴുതുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവും. കാരണം കൊല്ലം മറിഞ്ഞത് അറിയണില്ല. ഇത് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞതാണ്. ഇത് ഖിയാമത്ത് നാളിൻ്റെ കാലം മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു അടയാളമാണ് എന്നാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാമിക പ്രമാണങ്ങൾ ഇത് അള്ളാഹിൻ്റെ അടുത്ത് നിന്നുള്ളതാണെന്ന് ശരിക്കും നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ വിലയിരുത്തേണ്ടത് എന്താ? സമയത്തെ പറ്റി പറയുമ്പോൾ ഈ സമയം എത്രത്തോളം നമ്മൾ നമുക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നുണ്ട്, പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ. ഈ റമദാൻ എന്ന് പറഞ്ഞാൽ അടുത്തൊരു റമദാനിൽ ഇതുപോലെ ഈ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കാൻ നമ്മളുണ്ടാവുമോ? ഉണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ ഒരു നിർവാഹവുമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഈ ക്ലാസ്സിൽ പങ്കെടുത്തതാണ്. തൊട്ടപ്പുറത്തുള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു ഈ ക്ലാസ് ഉണ്ടായിരുന്നത്. അന്ന് ആ ഓഡിറ്റോറിയത്തിൽ വന്ന പല ആളുകളും ഇന്ന് നമ്മളോടൊപ്പമില്ല. അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, അടുത്തൊരു റമദാൻ നമുക്ക് കിട്ടുന്ന എന്താ ഉറപ്പുള്ളത്? അപ്പോൾ ഈ റമദാനിനെ എത്രത്തോളം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, എത്രത്തോളം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇതിലും തന്നെ നമ്മൾ നമ്മുടെ കച്ചവടവും ബിസിനസ്സും പരിപാടിയും തിരക്കും മാത്രമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നമുക്ക് നമ്മളെ സമയത്തെ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുക? അപ്പോൾ അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞത് സമയമാണ്. സമയത്തെക്കുറിച്ച് മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്നതാണ്. രണ്ടാമത്തത് സാമൂഹ്യ സാഹചര്യം. കാലം മുന്നോട്ട് പോകുമ്പോൾ വരാനിരിക്കുന്ന സാമൂഹ്യ സാഹചര്യം, അതിനെക്കുറിച്ച് എന്താ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്? യതഖാറബുസ്സമാൻ, കാലം അടുത്തു വരും. പിന്നെയോ വയുഖ്ബദുൽ ഇൽം, അറിവിനെ എടുത്തുകൊണ്ടുപോവുകയും ചെയ്യും, പിടിച്ചു വെക്കും. വതൽഹറുൽ ഫിതൻ, ഫിത്ന വർദ്ധിക്കുകയും ചെയ്യും, പ്രകടമായി പുറത്തു വരികയും ചെയ്യും, കുഴപ്പം തലപൊക്കുകയും ചെയ്യും. വയുൽഖശുഹ്, അതുപോലെ തന്നെ പിശുക്കുണ്ടാവുകയും പിശുക്ക് വ്യാപകമാവുകയും ചെയ്യും. വയക്തുറുൽ ഹർജ്, ഹർജ് വർദ്ധിക്കും. വഖാലു, അവിടുന്ന് ചോദിച്ചു, വമൽ ഹർജ്, എന്താണ് പ്രവാചകരെ ഹർജ് എന്ന് പറഞ്ഞാൽ? ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖത്ൽ, കൊലപാതകമാകുന്നു എന്ന്. സത്യമല്ലേ? ഈ പറഞ്ഞൊക്കെ സത്യമല്ലേ? ഇപ്പോൾ കാലം അടുത്തു വരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെയോ അറിവ് ഉയർത്തപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവുന്നതാണ്. അതായത് പണ്ഡിതന്മാരുടെ
വഫാത്തോടുകൂടി അതിന് പറ്റുന്ന പാകത്തിലുള്ള പകരം പണ്ഡിതന്മാർ വരാതിരിക്കുന്നു. അങ്ങനെ അറിവുള്ളവർ കുറഞ്ഞു പോവുകയും ആ സ്ഥാനങ്ങളിലേക്ക് അറിവില്ലാത്തവർ കടന്നു വരികയും ജനങ്ങൾ അവരോട് ഫത്വ ചോദിക്കുകയും അവർ തെറ്റായ ഫത്വകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരും. അതിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എവിടെ നോക്കിയാലും കുഴപ്പങ്ങളും ഫസാദുകളും ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ പിശുക്ക് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെ ഹർജ്, കൊലപാതകത്തിൻ്റെ കാര്യം പറയും വേണ്ട. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോ ഞാൻ കണ്ടു. നിങ്ങളും അതുപോലെയുള്ള വീഡിയോകൾ കാണുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞിട്ടൊരു മരവിപ്പ് ഒരു 2 ദിവസത്തിന് മനസ്സൊന്നും പോയില്ല. കാരണം എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ, ഒരു 10-45 വയസ്സുള്ള ഒരു പച്ച മനുഷ്യൻ, ആരോഗ്യമുള്ളൊരു മനുഷ്യനെ നിലത്തിട്ടിട്ട് 2-3 ആളുകൾ ഈ കമ്പി വടി, അതുപോലെ തന്നെ ആ വടിയുടെ അറ്റത്ത് പിന്നെ ഇരുമ്പിൻ്റെ കൂർപ്പുള്ള സംഗതികൾ, ഇത് വെച്ചിട്ട് ഇവൻ അടിക്കുകയാണ്. 2 കൈയും ഉപയോഗിച്ചുകൊണ്ട് ഒരു പാമ്പിനെ അടിക്കുന്നത് പോലെ അടിക്കുക. തലമ്മ തട്ടുന്നുണ്ട്. ഇയാളിങ്ങനെ പൊളയുന്നു. എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴും കാലുകൊണ്ട് ചവിട്ടി വീഴ്ത്തി വീണ്ടും അടിക്കുന്നു. ഇത് എവിടെയെങ്കിലും യൂറോപ്പിലോ മറ്റോ അല്ല, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉത്തരേന്ത്യയിലെ ഒരു അങ്ങാടിയിൽ നടക്കുന്ന സംഭവമാണിത്. ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. എത്ര മനുഷ്യന്മാരെയാണ് തല്ലിക്കൊന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ ദിവസവും ഇപ്പോൾ നമ്മളെ മലയാളക്കരയിൽ തന്നെ മരണവാർത്തകൾ, ആ മരിക്കുന്ന കൊലപാതകത്തിൻ്റെ രൂപങ്ങൾ തന്നെ നമ്മളെ പേടിപ്പെടുത്തുന്ന രൂപങ്ങളാണ്. ഇതുവരെ നമ്മൾ കാണാത്ത വഴികളിലൂടെയാണ് പലരും കൊലപാതകത്തിലേക്ക് പോകുന്നത്. സ്വന്തം കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കി കൊന്ന ഒരു സംഭവം ഒരാഴ്ച മുമ്പ് നിങ്ങൾ പത്രത്തിൽ കണ്ടു. നമ്മുടെ ജില്ലയിൽ, മലപ്പുറം ജില്ലയിൽ. എന്തേ അവിഹിത ഗർഭമാണ്. ഭർത്താവ് അവളും വേർപിരിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. അപ്പോഴാണ് ഒരു കുഞ്ഞുണ്ടാകുന്നത്. ആ കുഞ്ഞുണ്ടായ വിവരം നാട്ടുകാരറിയാതിരിക്കാൻ ചെയ്തതാണെന്ത്? പ്രസവിച്ച 3-ാം ദിവസം കുട്ടിയെ ബക്കറ്റിൽ മുക്കിക്കൊന്നു. ഇങ്ങനെ കുട്ടികളെ ക്രൂരമായി കുട്ടികളെ കൊല്ലുന്ന സാഹചര്യം, മാതാപിതാക്കളെ കൊല്ലുന്ന സാഹചര്യം, മദ്യപിച്ചു വന്നുകൊണ്ട് അടിച്ചു കൊല്ലുന്ന സാഹചര്യങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കൊലപാതകങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുമെന്നാണ്. ഇതൊക്കെ കാലം മുന്നോട്ട് പോകുമ്പോഴാണ്. ഇങ്ങനെ ഫിത്തനകൾ വർദ്ധിക്കുന്ന കാലത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? അത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അമലുകൾ കൂടുതൽ വർദ്ധിപ്പിക്കണമെന്നാണ്. ഇല്ലെങ്കിൽ ഏതൊരാളും തെറ്റിപ്പോകാൻ സാധ്യത ഏറെയാണ്. ഇത് ഏറ്റവും ഗൗരവത്തിൽ കാലം മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന ആശങ്കയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശങ്ക. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ ശ്രദ്ധിക്കുക. ഈ കാലം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വിശ്വാസം മാറാതിരിക്കണമെങ്കിൽ, നമ്മൾ നന്മയുടെ ഓരം പറ്റി നിലനിൽക്കണമെങ്കിൽ നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ നന്നായി വർദ്ധിപ്പിച്ചു കൊണ്ടേയിരിക്കണം. ഫിത്ന വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ധൃതിപ്പെട്ടുകൊണ്ട് അമലുകളിലേക്ക് നിങ്ങൾ വരിക, സ്വാലിഹാത്തുകളിലേക്ക് നിങ്ങൾ വരിക. അഥവാ ഫിത്ന പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതുപോലെ? കൂരിരുട്ട് നിറഞ്ഞ രാത്രിയുടെ കഷ്ണം പോലെ. അതിന്റെ പ്രത്യേകത എന്താ? കൂരിരുട്ട് നിറഞ്ഞ ആ രാത്രിയുടെ ഒരു കഷ്ണം നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ എല്ലാ ഭാഗത്തു നിന്നും നിങ്ങളിലേക്ക് കുഴപ്പം ഒഴുകി വരുമ്പോ നിങ്ങൾ അമൽ സ്വാലിഹാത്തുകളിൽ ധൃതിപ്പെട്ട് മുന്നോട്ട് പോകണം. കാരണം ഒരു മനുഷ്യൻ രാവിലെ മുഅ്മിനാണ് എങ്കിൽ അവൻ അതാ വൈകുന്നേരമാകുമ്പോൾ അവിശ്വാസിയായി മാറുന്നു. ഒരു വ്യക്തി വൈകുന്നേരം മുസ്ലിമായ മുഅ്മിനായ വ്യക്തിയാകട്ടെ, നേരം വെളുക്കുമ്പോഴേക്കും അയാളതാ അവിശ്വാസിയായി മാറുന്നു. പിന്നെയോ അവർ വിൽക്കുന്നു ദീനഹു, അവരുടെ മതത്തെ. എന്തിന്? ദുനിയാവിന്റെ ചില വിഭവങ്ങൾക്ക് വേണ്ടി, ദുനിയാവിന്റെ ചില സൗകര്യങ്ങൾക്ക് വേണ്ടി ദീനിന്റെ താല്പര്യങ്ങൾ, ദീനിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ അവർ വിൽക്കുന്നു. ദീനൊന്നും ഒരു പ്രശ്നമല്ല. ഇന്നെന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒരു ഭാഗത്ത് മുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുന്നു, അവരപരവൽക്കരിക്കുന്നു, അവരെ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുന്നു, അവരിവിടെ ജീവിക്കേണ്ടവരെന്ന് പറയുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് അതിശക്തമായി വിദ്വേഷത്തിന്റെ വിഷപ്പുക ഹോൾസെയിലായി തന്നെ കൊണ്ടുവരുന്നു. എന്നാൽ മറുഭാഗത്തോ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് തന്നെ അത്തരം ആളുകൾക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ വ്യക്തികളെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു.
മുസ്ലിം നാമധാരികളെ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ പേരുകൾ, അവരുടെ ഫോട്ടോകൾ ഇവരുടെയൊക്കെ വാൾ പോസ്റ്റുകളിൽ വരുന്നു. അവരുടെ മത്സരാർത്ഥികളായി വന്നുകൊണ്ടിരിക്കുന്നു. ആലോചിച്ചു നോക്കൂ, എത്ര പെട്ടെന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഇസ്ലാമിക അധ്യാപനങ്ങൾ പറഞ്ഞ വ്യക്തിയാണ് വൈകുന്നേരമാകുമ്പോൾ ഇതുപോലെയുള്ള സ്റ്റേജുകളിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ കാര്യമല്ല ഇതൊന്നും. ഇതാണ് വിശ്വാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ ഈ കാലഘട്ടമാകുമ്പോൾ ഉണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ വിഷയങ്ങളാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത് കൂടുതൽ ഇബാദത്തുകളിലേക്ക്, തഖ്വയിലേക്ക്, അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നത് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, സമ്പത്തിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാലം മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞ ആശങ്ക എന്താ? ലയഅതിയന്ന അലന്നാസി സമാൻ, മനുഷ്യന്മാർക്ക് ഒരു കാലം വരാനുണ്ട്. എന്താണ് ആ കാലത്തിന്റെ പ്രത്യേകത? ലാ യുബാലിൽ മർഉ ബിമാ അഖദൽ മാൽ, മനുഷ്യന്മാർ സമ്പത്ത് സമ്പാദിക്കുന്ന വിഷയത്തിൽ അമിൻ ഹലാലിൻ അമിൻ ഹറാം, ഹറാമാണോ ഹലാലാണോ എന്ന് പരിഗണിക്കുന്ന വിഷയേ ഉണ്ടാവൂല. ഏത് വഴിയിലൂടെയും സമ്പത്ത് സമ്പാദിക്കുന്ന ഒരു സാഹചര്യം കാലം മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. വളരെ സത്യമല്ലേ ഈ പറയണത്? പലിശ ഹറാമാണെന്ന് എല്ലാവർക്കും അറിയാം, അതിൻ്റെ കുറ്റം അറിയാം. അപ്പൊ പിന്നെ എന്ത് ചെയ്യാ? പലിശ എന്ന് പേരിടാതെ അതേ പരിപാടി തന്നെ വേറെ രീതിയിൽ നടത്തുന്നു, വേറെ സാങ്കേതിക പദങ്ങൾ ഉപയോഗിക്കുന്നു. ഒരുപക്ഷെ അതിന് ഷെയർ എന്ന് പേര് പറയും, അല്ലെങ്കിൽ ലാഭം എന്ന് പേര് പറയും, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേര് പറയും. അങ്ങനെ എന്തെങ്കിലും, എന്താ സംഭവം എന്താ? എൻ്റെ അടുത്ത് 5 ലക്ഷം രൂപ ഉണ്ട്, ആ 5 ലക്ഷം രൂപ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിന് മാസം മാസം ഇത്ര പലിശ കിട്ടും. അത് തെറ്റാണ്, പലിശ തെറ്റാണ്, ഹറാമാണ്. അപ്പൊ എന്താ ചെയ്യുക? എന്നാൽ അത് വേറൊരു സംഗതിക്കാണ് പറഞ്ഞത്. എന്തിനാ കൊടുക്കണമെന്നില്ല, ഒരു കാര്യത്തിന് കൊടുക്കുക. എന്താ? അത് മാസത്തിൽ ഫിക്സഡ് ആയിട്ട് എന്ത് ചെയ്യും? ഒരു എമൗണ്ട് കിട്ടും. ആ കിട്ടുമ്പോൾ അത് പലിശയല്ല. എങ്ങനെ ഒരു ഫിക്സഡ് എമൗണ്ട് തന്നെ വാങ്ങാൻ നമുക്ക് സാധിക്കുക? കച്ചവടമാണെങ്കിൽ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. ഒരു കച്ചവടം എന്ന് പറഞ്ഞാൽ 3 ഭാഗമുണ്ട്. അതിന് മൂലധനമുണ്ട്, അധ്വാനമുണ്ട്, ഒന്നുകിൽ ലാഭമോ നഷ്ടമോ ഉണ്ട്. ഈ 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേ കച്ചവടമാകുന്നുള്ളൂ. പക്ഷെ ഇയാൾക്ക് ഒരു അധ്വാനം വരുന്നില്ല. ഈ കാശ് കൊടുത്തത് ഓർമ്മയുണ്ട്, പിന്നെ എങ്ങനെ പൈസ എങ്ങനെ വന്ന് വാങ്ങുക? വേറെ ഒന്നുമില്ല. അതിൻ്റെ ബിസിനസ് എന്ത്, ലാഭം എന്ത്, അതിൻ്റെ വരുംവരായികൾ എന്തൊന്നും നോക്കണില്ല. അപ്പം എന്താ വെച്ചാൽ ഒക്കെ കുറുക്കു വഴികൾ ഉണ്ടാക്കിക്കൊണ്ട് എല്ലാത്തിനെയും ഹലാലാക്കുക. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളതിൻ്റെ ഇസ്ലാം പറഞ്ഞു കൊടുത്താലോ, അതിന് നിയമം പറഞ്ഞു കൊടുത്താലോ, അപ്പോൾ പറയുന്ന മറുപടി എന്താ അറിയോ? ഈ പുതിയ കാലത്ത് ഇപ്പം എല്ലാ ഹറാമും ഹലാലും നോക്കിയാലൊന്നും ജീവിക്കാൻ കഴിയില്ല ഇവിടെ. അതല്ലേ ഇപ്പം ഈ ഹദീസ് പറഞ്ഞത്? എന്താ പറഞ്ഞേ? അമിൻ ഹലാലിൻ അമിൻ ഹറാം, ഹലാലാണോ ഹറാമാണോ എന്നൊന്നും ഒട്ടും പരിഗണിക്കാതെ ആളുകൾ പണം സമ്പാദിക്കുന്ന സാഹചര്യത്തിലേക്ക് കാലം മുന്നോട്ട് പോകും. അപ്പോൾ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. എത്ര ആളുകൾക്കിടെ പൈസയാണ് ലക്ഷങ്ങൾ കൊണ്ട് മുങ്ങുന്ന ആളുകൾ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലേ? കാശ് വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത സാഹചര്യങ്ങൾ, വലിയ വലിയ വിശ്വാസ വഞ്ചനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ. ലയകൂനന്ന മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ ഇതാ ഒരു കാലം വരും, ഒരു കൗമ് വരും. അഖ്വാമും യസ്തഹില്ലൂന അൽ ഹിറ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്. എന്താ പറഞ്ഞത്? യസ്തഹില്ലൂന, അവർ ഹലാലാണെന്ന് പറയും, അനുവദനീയമാണെന്ന് പറയും. അൽ ഹിറ, വ്യഭിചാരം. വൽ ഹരീർ, പട്ടുവസ്ത്രം, പുരുഷന്മാർക്ക് പട്ടുവസ്ത്രം. വൽ ഖംർ, മദ്യം. വൽ മആസിഫ്, വാദ്യോപകരണങ്ങൾ, സംഗീത ഉപകരണങ്ങൾ. ഇതൊന്നും ഇസ്ലാമിൽ കുഴപ്പമില്ല എന്ന് പറയുന്നൊരു വിഭാഗം ആളുകൾ വരും. അതും ഇന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ വലാ തഖറബുസ്സിന, നിങ്ങൾ വ്യഭിചാരത്തോട് അടുത്തു പോകരുതെന്നാണ് ഖുർആൻ പറഞ്ഞത്. ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീല, അതിന്റെ വഴി പോലും മ്ലേച്ഛമാണ്, മോശമാണെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. അതിന്റെ വഴി എന്താണെന്ന് ഹദീസിൽ പറഞ്ഞു. കണ്ണിന് വ്യഭിചാരമുണ്ട്, അത് നോട്ടമാണ്. കാതിന് വ്യഭിചാരമുണ്ട്, അത് കേൾവിയാണ്. കയ്യിന് വ്യഭിചാരമുണ്ട്, അത് പിടുത്തമാണ്. കാലിന് വ്യഭിചാരമുണ്ട്, അത് അതിലേക്കുള്ള നടന്നു പോകലാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഇതൊക്കെ യഥേഷ്ടം നടക്കുന്നില്ലേ? ഇന്ന് നമ്മുടെ ഒരു +2 സ്കൂള്, ഹയർ സെക്കൻഡറി സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടികളെ നിങ്ങൾ ബസ് സ്റ്റോപ്പിലൊന്ന് പോയി നിന്ന് നോക്കിയാൽ മതി. ഒരു ചെറിയ ചാർട്ടിൽ മഴയുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി കുട പിടിച്ചിട്ടുണ്ടാവും.
അതിൻ്റെ വലതുഭാഗത്തൊരു ആൺകുട്ടി, ഇടതുഭാഗത്തൊരു ആൺകുട്ടി. ഇവളാണെങ്കിൽ മഫ്തിയിട്ടുണ്ടാവും. എന്നിട്ട് ഈ കുട്ടിൻ്റെ തോളിൽ കൈയിട്ടും കണ്ട് ഒരു പ്രശ്നമില്ലാതെ നടന്നു പോകുന്ന അവസ്ഥ നമ്മൾ അങ്ങാടിയിൽ കാണില്ലേ. ഇപ്പം ഈയിടെ ആയിട്ടാണത് വർദ്ധിച്ചു വന്നത്. ബസ്സിലൊന്നും കയറിയാൽ നമുക്ക് കണ്ണ് തുറക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഒരു സ്കൂളിലെയോ കോളേജിലെയോ കുറച്ച് കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ പിന്നെ അവർ കാണിച്ചു കൂട്ടുന്ന ഗോഷ്ഠികൾ കണ്ടാൽ നമുക്ക് ആ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തോന്നും. ആ രീതിയിലേക്കുന്ന സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതായത് ഒരു അന്യ പുരുഷൻ ഒരു അന്യ സ്ത്രീയെ സ്പർശിക്കുക എന്നത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതെന്താ, അതിലേറെ നിങ്ങൾക്ക് നല്ലത് ഒരു ഇരുമ്പിൻ്റെ ആണി നെറ്റിയിൽ അടിച്ചു കയറ്റുന്നതാണ്. അതാണ് നിങ്ങൾക്ക് അതിലേറെ നല്ലത്. അത്രക്ക് ഗൗരവം പറഞ്ഞൊരു വിഷയമാണ്. എന്നിട്ട് അതുപോലും പ്രയാസമില്ലാതെ തോളിൽ കൈയിടാനും ഹഗ് ചെയ്യാനും ഒന്നും ഒരു വിഷയമില്ലാത്തൊരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ കടന്നു വന്നിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കിൻ്റെ അകമ്പടിയില്ലാത്ത ഒരു സ്ഥലവും ഇന്നില്ല. അതിന് ഇസ്ലാമികമായ ഫത്വകൾ കൊടുക്കാൻ പല പണ്ഡിതന്മാരും എന്ന് പറയുന്ന ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നിങ്ങൾ ഇസ്ലാമികമായ വേദികളിൽ നിന്ന് പോലും അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അതൊക്കെ തെറ്റാന്ന് പറയുന്ന ആളുകളാണ് കുറ്റക്കാർ. എന്താ ഈ ഹദീസിൽ പറഞ്ഞത്? ഇതിനൊക്കെ ഹലാലാണെന്ന് പല യകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹില്ലൂന, അവർ ഹലാലാണെന്ന് വാദിക്കും. എന്തിനെയൊക്കെ? ഹിറാ വൽ ഹരീറ വൽ ഖംറ വൽ മആസിഫ്. മആസിഫ് എന്ന് പറഞ്ഞാൽ ഈ സംഗീത വാദ്യ ഉപകരണങ്ങളാണ്. അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. പിന്നെയോ കാലം മുന്നോട്ട് പോകുമ്പോൾ യകൂനു മിൻ ഉമ്മത്തി ഖദ്ഫുൻ വമസ്ഖുൻ വഖസ്ഫുൻ, ഭൂമി പളരും, ഭൂമി പ്രകമ്പനം കൊള്ളും, ചരൽമാലികൾ ഉണ്ടാകും, അങ്ങനെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകും. ഖീലാപ ചോദിക്കപ്പെട്ടു, യാ റസൂൽ, അല്ലാഹുവിന്റെ റസൂലേ, വമതാ ദാക, അപ്പോൾ എന്തായിരിക്കും? ഖാല, അവിടുന്ന് പറഞ്ഞു, ഇദാ ലഹറത്തിൽ മആസിഫ് വകസറത്തുൽ ഖിയാൻ വശുരിബത്തുൽ ഖുമൂർ. ഈ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വർദ്ധിക്കാനുള്ള കാരണം പറഞ്ഞത് എന്താ? അവിടെ ഈ വാദ്യോപകരണങ്ങൾ വർദ്ധിക്കും, അതുപോലെ നൃത്യങ്ങൾ വർദ്ധിക്കും, മദ്യപാനം വർദ്ധിക്കും. ഇന്ന് അത് ഇല്ലാത്തൊരു സ്ഥലം എവിടെയുള്ളത്? ഈ DJ പാർട്ടി അറിയുന്ന സംഭവം എന്താ? ഇതുപോലുള്ള ഓഡിറ്റോറിയം വാടകയ്ക്ക് എടുക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ കോളേജുകളിലൊക്കെ സെൻറ്റ് ഓഫിൻ്റെ ദിവസം പ്രത്യേകം കാണുന്ന പരിപാടിയാണ്. വാടകയ്ക്ക് എടുത്തിട്ട് ഇപ്പം തന്നെ മങ്ങിയ ലൈറ്റാണല്ലോ, ആ ലൈറ്റ് കൂടി ഓഫ് ചെയ്ത് ഒരു പുകയിട്ട് മൊത്തത്തിൽ തമ്മിൽ കാണാത്തൊരവസ്ഥയുണ്ടാക്കി കാതടപ്പിക്കുന്ന മ്യൂസിക് ഇട്ട് ആണും പെണ്ണും കൂടിക്കലർന്ന് ചാടുകയാണ്. എന്നിട്ട് മണിക്കൂറുകൾ ചാടിയിട്ട് ഇതിനുള്ളിൽ നിന്ന് പുറത്തു വരിക. ഈ പൊടിയും പുകയുമായിട്ട് വീട്ടിലേക്ക് മക്കൾ കയറി വരുമ്പോൾ രക്ഷിതാക്കൾക്ക് അതിനെപ്പറ്റി അത് തെറ്റാണെന്ന് പറയാൻ കഴിയാത്തൊരു നിസ്സഹായ അവസ്ഥ. ഇതില്ലാത്തൊരു സ്ഥലമില്ല. ഇതിൻ്റെ പേരിൽ ഇത് കാണാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടിയതിൻ്റെ പേരിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ കുട്ടികൾ മരിച്ചത് നിങ്ങൾ കണ്ടില്ലേ? എന്താണ് ഇതിൻ്റെ ആവേശം? നോക്കൂ നിങ്ങൾ, എവിടെ നോക്കിയാലും ഒരു ആഘോഷത്വരയാണ്. ഇത് നമ്മളിന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെയാണ് സിന്തറ്റിക് ലഹരിയുടെ വ്യാപനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള അഴിഞ്ഞാട്ടങ്ങൾ സംഭവിക്കുമ്പോൾ എന്തുണ്ടാവും? പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വർദ്ധിക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂലാണ് പറയുന്നത്. കാലം മുന്നോട്ട് പോകുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ വിശ്വാസരംഗത്തും ആചാരരംഗത്തും ജൂതന്മാരെയും നസാറാക്കളെയും പിൻപറ്റുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ്. ലതത്തബിഅന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ ജുഹറ ലബ്ബിൻ തബിഅതുഹും. നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും നിങ്ങളുടെ മുൻഗാമികളായ ആളുകളെ, മുൻകഴിഞ്ഞു പോയ മനുഷ്യന്മാരെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും, ചാണിന് ചാണായും മുഴത്തിനു മുഴമായി. ഏതുവരെ? അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും ആ ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിക്കും. അത്ര വരെ അവരെ നിങ്ങൾ പിൻപറ്റും. ഖുൽനാബ ചോദിച്ചു, യാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലേ, അൽ യഹൂദു വൻ നസാറ, യഹൂദികളെയും നസാറാക്കളെയും പിൻപറ്റുമെന്നാണോ ഉദ്ദേശിച്ചത്? അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറഞ്ഞു, ഫമൻ, അല്ലാതെ ആരെയാണ്? സംശയം എന്താ? അവരെ വിശ്വാസത്തിലേക്ക് നിങ്ങളെത്തും, അവരെ ആചാരത്തിലേക്ക് നിങ്ങളെത്തും. അതിനൊന്നും ഒരു പ്രശ്നമില്ലാത്തൊരവസ്ഥ നിങ്ങളിലേക്ക് വരും. ഇന്ന് നമ്മുടെ കാലം എടുത്തു പരിശോധിച്ചാൽ ആ രീതിയിലേക്ക് ചാണിന് ചാണായി പിൻപറ്റുന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം എന്ന് പറഞ്ഞു കണ്ട് കൊണ്ടാടി ഇപ്പോൾ അവസാനം എവിടെ എത്തി? എന്താണോ ക്രിസ്മസിൻ്റെ ദിവസങ്ങളിൽ ഡിസംബർ മാസങ്ങളിൽ നടക്കാറുള്ളത് അതുപോലെ തന്നെ വർണ്ണാഭമായ രീതിയിൽ പള്ളികൾ അലങ്കരിക്കുന്നു, അതേ രീതിയിൽ തന്നെ ഘോഷയാത്രകൾ സംഘടിപ്പിക്കുന്നു. എല്ലാം ചാണിന് ചാണായും മുഴത്തിന് മുഴമായും. അതുപോലെ തന്നെ അവരുമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടലുകളിലും ഒക്കെ ഒരു പ്രശ്നവുമില്ലാത്തൊരവസ്ഥ.
ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരെ എത്ര നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താലും അവരുടെ ചര്യകൾ പൂർണ്ണമായി നമ്മൾ സ്വീകരിക്കാതെ അവർക്ക് തൃപ്തിയാവില്ല. അതാരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. നമുക്കിവിടെ സൗഹാർദ്ദം ആവശ്യമാണ്. ആ സൗഹാർദ്ദം വിവിധ മതങ്ങളിലുള്ള ആളുകളുമായിട്ടൊക്കെ നമുക്ക് ആവശ്യമാണ്. അത് ഈ കാലഘട്ടം അനിവാര്യമായി നമ്മളോട് തേടുന്നുണ്ട്. പക്ഷേ അതെങ്ങനെയായിരിക്കണം? മുസ്ലിം ആയിക്കൊണ്ടും ക്രിസ്ത്യാനി ആയിക്കൊണ്ടും ഹിന്ദു ആയിക്കൊണ്ടും തന്നെ നിന്നുകൊണ്ട് മനുഷ്യന്മാർ എന്ന നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങൾ വേണം, സഹായങ്ങൾ വേണം. ഇപ്പോൾ ഒരാളവിടെ വീണ് കിടക്കുകയാണ്, റൂട്ടിൽ ബൈക്ക് തട്ടി വീണ് കിടക്കുകയാണ്. അത് രക്തം വാർന്നു പോകുമ്പോൾ നമ്മൾ അവൻ്റെ പോക്കറ്റ് തപ്പിയിട്ട് ID പ്രൂഫ് നോക്കിയിട്ട് അവൻ്റെ പേര് നോക്കി ഇവൻ ഏത് ജാതിയാണ് ഏത് വർഗ്ഗമാണെന്ന് നോക്കിയിട്ടല്ല അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത്. അതൊരു മനുഷ്യനാണ്. അവനെ വേഗം എടുത്തു കൊണ്ടുപോയി തൊട്ടടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പോൾ ബ്ലഡ് ധാരാളം പോയിട്ടുണ്ട്, ബ്ലഡ് വേണമെന്ന് പറഞ്ഞാൽ നമ്മളെ ബ്ലഡ് കൊടുത്ത്, അവന് പണമടക്കാൻ കാശില്ലെങ്കിൽ ആ കാശ് കൊടുത്ത് അവനെ സുരക്ഷിതമായി അവൻ്റെ വീട്ടുകാരുടേക്കിൽ എത്തിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ അനിവാര്യമായ ബാധ്യതയാണ്. ഇത് പച്ചക്കരളുള്ള ഏതൊരു ജീവിയോടും നമ്മൾ കാണിക്കേണ്ട ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിൽ യാതൊരു തർക്കമല്ല. ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്ത ആളുകൾ, അയൽവാസിക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ പ്രത്യേക ജാതി മതവും പ്രത്യേകം എടുത്തു പറഞ്ഞില്ല. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണമെന്നാണ്. അങ്ങനെ മനുഷ്യന്മാരെ സഹായിക്കുന്ന കാര്യത്തിൽ, ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ, ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്ന കാര്യത്തിൽ, അങ്ങനെയുള്ള നമ്മുടെ മറ്റുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇതൊക്കെ നമ്മൾ പരസ്പരം മറ്റുള്ളവരുമായി നല്ല ഹൃദയമുള്ളവരായി മാറണം. എന്നാൽ അവരുടെ വിശ്വാസം നമ്മൾ സ്വീകരിക്കുക, അതങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറുക എന്നത് ശരിയല്ല. വിശ്വാസങ്ങളെപ്പറ്റി പരസ്പരം സംസാരിക്കാം, ഡിബേറ്റിൽ ഏർപ്പെടാം, ആരോഗ്യകരമായി സംവദിക്കാം, പുസ്തകങ്ങൾ കൈമാറാം, പ്രസംഗങ്ങൾ കൈമാറാം, ആരോഗ്യകരമായ ചർച്ചകൾ സംഘടിപ്പിക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ അത് അവർക്ക് ഇഷ്ടം ഉണ്ടാകണമെങ്കിൽ, സൗഹാർദ്ദം ഉണ്ടാകണമെങ്കിൽ അവരെ വിശ്വാസവും കാര്യങ്ങളും നമ്മളും സ്വീകരിക്കണം, നമ്മളത് അവരും സ്വീകരിക്കണം എന്ന രീതിയിലേക്ക് പോകുന്നത് ഒരിക്കലും ശരിയായ നിലപാടല്ല. അങ്ങനെ നമ്മൾ എത്ര അടുക്കാൻ ശ്രമിക്കുന്നുവോ, അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല എന്ന് നമ്മൾ എത്ര പറയാൻ ശ്രമിച്ചാൽ അതുകൊണ്ടൊന്നും ആർക്കും സമാധാനമാവില്ല. എപ്പോഴേ സമാധാനമാവുള്ളൂ? 100% അവരെ വിശ്വാസം സ്വീകരിക്കുമ്പോൾ തന്നെ സമാധാനമാവുള്ളൂ. അതൊരു വിശ്വാസിക്ക് കഴിയുമോ? ഖുർആൻ പറഞ്ഞു നോക്കി നിങ്ങൾ, വലൻ തർലാ അൻകൽ യഹൂദു വലൻ നസ്വാറാ ഹത്താ തത്തബിഅ മില്ലതഹും. വലൻ തർലാ, ഒരിക്കലും തൃപ്തി വരികയില്ല, അൻകൽ യഹൂദു വലൻ നസ്വാറാ, യഹൂദികൾക്കും നസാറകൾക്കും ഒരിക്കലും തന്നെ തൃപ്തി വരികയില്ല. ഏതുവരെ? ഹത്താ തത്തബിഅ മില്ലതഹും, അവരുടെ ആചാരങ്ങൾ, അവരുടെ അനുഷ്ഠാനങ്ങൾ, അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ മില്ലത്തുകൾ അത് നിങ്ങൾ പൂർണ്ണമായി സ്വീകരിക്കുന്നത് വരെ അവർക്കൊരിക്കലും തൃപ്തിയാവുകയില്ല. എന്നാൽ അവരോട് പറയുക, ഖുൽ ഇന്ന ഹുദല്ലാഹ്, നിശ്ചയമായും അല്ലാഹുവാകുന്നു സന്മാർഗം, ഹുവൽ ഹുദാ, അതാകുന്നു വ്യക്തമായ മാർഗം, സന്മാർഗത്തിന്റെ മാർഗം അതാകുന്നു, വേറൊരു മാർഗമില്ല. വലഇൻ ഇത്തബഅത അഹ്വാഅഹും ബഅദല്ലദീ ജാഅക മിനൽ ഇൽമ്, നിനക്ക് വ്യക്തമായ അറിവ് വന്നതിന് ശേഷവും അവരുടെ ഹവകളെയാണ്, ഇച്ഛകളെയാണ് നീ പിൻപറ്റുന്നത് എങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിനോടാ പറയുന്നത്, മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ, നിനക്കൊരു സഹായിയും ഒരു രക്ഷകർത്താവും ഉണ്ടാവുകയില്ല എന്നാണ്. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. നമ്മളെ ദീന് വിട്ടുങ്ങാണ്ടുള്ള പരിപാടിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ആരും നമ്മളെ സഹായിക്കാനുണ്ടാവില്ല എന്നുള്ള ബോധം നമുക്ക് കൃത്യമായിട്ട് വേണം. പിന്നെ മുൻഗാമികളെ ശത്രുക്കൾ ഭയപ്പെടാനുണ്ടായിരുന്നത്. നമ്മളെ മുൻഗാമികളെ സ്വഹാബത്തിനെ എടുത്ത് പരിശോധിച്ചാൽ ഇസ്ലാമിൻ്റെ ഒരു സൈന്യം എന്ന് പറഞ്ഞാൽ അവരെത്ര കുറവാണെങ്കിലും ശത്രുക്കൾക്ക് അവരെ പേടിയായിരുന്നു. ഇപ്പോൾ ബദറിലൊക്കെ നമ്മൾ കണ്ടതാണ്, 300 ചില്ലാനം ആളുകൾ മാത്രമാണ് മുസ്ലിമീങ്ങളുടെ പക്ഷത്തുള്ളത്, ആയിരക്കണക്കിന് ആളുകൾ മറുപക്ഷത്തുണ്ട്. പക്ഷേ ഈ 300 ചില്ലാനം ആളുകളെ പറ്റി അവരുടെ മനസ്സിൽ വല്ലാത്ത ഒരു പേടി ഉണ്ടായിരുന്നു. അതായിരുന്നു മുൻകാലത്തെ അവസ്ഥ. എന്നാൽ ഇന്ന് ശത്രുക്കളുടെ മനസ്സിൽ ഇന്നത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പറ്റി ഒരു ഭയവുമില്ല, ഒരു ബേജാറുമില്ല. അവരെയൊക്കെ പെട്ടെന്ന് മൂക്കിൽ വലിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലാണെന്ത് ഇന്ന് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് പൊതുവേ ഉള്ളത്. അതുകൊണ്ടാണ് പള്ളികൾ ഒന്നിനു പുറകെ ഒന്നായി പൊളിച്ചുകൊണ്ടിരിക്കുന്നത്, അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ആയിരക്കണക്കിന് പള്ളികൾ അങ്ങനെയുള്ള ലിസ്റ്റിലുണ്ട് എന്നാണ് പറയുന്നത്. ബാബരി മസ്ജിദിന് ശേഷം ഗ്യാൻവാബിയിലേക്ക് വന്നു, മഥുരയിലേക്ക് വന്നു, അങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. എന്തിനധികം പൗരത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഇന്ന് സംജാതമായിരിക്കുന്നു. അതൊരു നിയമമായി വന്നു, ഇപ്പോൾ അത് ചട്ടമുണ്ടാക്കി നടപ്പിലാക്കിയ ഒരു സാഹചര്യമാണുള്ളത്. മാത്രവുമല്ല UCC
യൂണിഫോം സിവിൽ കോഡ്, ഏക സിവിൽ കോഡ്, അത് പല സംസ്ഥാനങ്ങളും ഇന്ന് മത്സരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിവാഹം, വിവാഹമോചനം, സ്വത്താവകാശം, ഇതിൽ മൂന്നിൽ ഡിസ്പ്യൂട്ട് വന്നാൽ, വിവാദം വന്നാൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് അത് മുസ്ലിമാണ് കക്ഷിയെങ്കിൽ അതിന് ഖുർആനിലും ഹദീസിലും പറയുന്ന, ശരീഅത്തിൽ പറയുന്ന നിയമം അനുസരിച്ചുകൊണ്ടാണ് വിധി പറയേണ്ടത് എന്നാണ് ഇപ്പോൾ നിലവിലുള്ള വ്യക്തി നിയമം രാജ്യത്ത്. അത് മാറ്റി ഇനി വിവാഹമാകട്ടെ, സ്വത്താവകാശമാകട്ടെ, മറ്റുള്ള കാര്യങ്ങളാകട്ടെ, അതൊക്കെ കോമൺ നിയമം കൊണ്ടുവരുന്നു എന്നതാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് നമ്മുടെ മതപരമായ വ്യക്തിത്വം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ കഴിയാത്തൊരു ക്രൈസിസാണ് യൂണിഫോം സിവിൽ കോഡിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെ തല്ലിക്കൊല്ലുന്ന സാഹചര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്താണ് നമ്മളുള്ളത്. ഇതൊരു ഹിന്ദുത്വ രാജ്യമാകുമോ, ഇതൊരു മതേതര രാജ്യമായി നിലനിൽക്കുമോ, അതോ ഒരു ഹിന്ദുത്വ രാജ്യമായി മാറിക്കഴിയുമോ എന്ന ചോദ്യചിഹ്നത്തിൻ്റെ മുമ്പിലാണ് ഇപ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ കടന്നു വരുന്നത്. ഈ ഒരു സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോൾ എന്താ വിശ്വാസികളുടെ സമീപനം ഉണ്ടായിരിക്കേണ്ടത് ഈ കാലത്ത്? ഇതിൽ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, മതനിരപേക്ഷ ഐക്യം വളരെ പ്രധാനമാണ്. കാരണം 60-65% ആളുകൾ ഇന്ന് ഇന്ത്യ രാജ്യത്ത് വർഗീയതയില്ലാത്തവരാണ്. നമ്മളെ ധാരണ എന്താ? എല്ലാവരും വർഗീയവൽക്കരിക്കപ്പെട്ടു എന്നാണ്. ശരിയല്ലത്. ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ മൊത്തം വോട്ട് ഷെയർ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വെറും 35% വോട്ട് മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അതും അവർക്ക് കിട്ടിയതല്ല, അവരുടെ മുന്നണിക്ക് കിട്ടിയതാണ്. ആ മുന്നണിയിൽ അവരല്ലാത്ത ആളുകളുമുണ്ട്. അപ്പോൾ അവരുടെ വോട്ട് എന്ന് പറയുന്നത്, വർഗീയ വോട്ട് എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. കാരണം ഇവിടെയുള്ള നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ, അതേത് മതവിഭാഗമാകട്ടെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ളൊരു പശ്ചാത്തലത്തിൽ പെട്ടെന്ന് വിദ്വേഷം പുറത്തു പറയാൻ പലർക്കും കഴിയില്ല. ഇപ്പം ഈ അടുത്ത് ഈ വിദ്വേഷത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു മുൻ നേതാവ് തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് എന്താ? ഉത്തരേന്ത്യയിൽ പറയുന്ന മുസ്ലിം വിദ്വേഷം കേരളത്തിൽ പറഞ്ഞാൽ വിലപ്പോവുകയില്ല എന്നാണ്. അത് കേരളത്തിൽ ചെലവാവുകയില്ല, അത് വിഡ്ഢിത്തമാണ്. കാരണം കേരളത്തിൽ എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്നവരാണ്. ഇവിടെ ജനസാന്ദ്രത കുറഞ്ഞ നാടാണ്. ഒരു ചെറിയ ചതുരശ്ര കിലോമീറ്റർ എടുത്ത് പരിശോധിച്ചാൽ അതിൽ തന്നെ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, മതമുണ്ട്, ഇല്ലാത്തവരുണ്ട്. എല്ലാവരും പരസ്പരം അയൽവാസികളായി ജീവിക്കുന്നവരാണ്. ഇവരെ ഉത്തരേന്ത്യയെ പോലെ 2 കമ്പാർട്ട്മെന്റുകളായി വേർതിരിക്കുക എന്നത് ശുദ്ധ മടയത്വമാണ്. അത് നടക്കാൻ പോണ കാര്യമില്ല എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? അത്രമേൽ അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇവിടെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് ന്യൂനപക്ഷമാണ്. ആ മുസ്ലിം ന്യൂനപക്ഷം മാത്രം മാറി നിന്നുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. ഇവിടെയുള്ള മതനിരപേക്ഷ കക്ഷികളുമായി ചേർന്ന് നിന്ന് ഐക്യപ്പെട്ട് നിന്നുകൊണ്ടായിരിക്കണം ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കേണ്ടത്. അപ്പോൾ വോട്ട് ഭിന്നിപ്പിക്കാതെ ഫാസിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ ഒരൊറ്റ പെട്ടിയിൽ തന്നെ പോകുന്ന രീതിയിലുള്ള സമീപനങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ വോട്ട് നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ശ്രദ്ധ നമുക്കുണ്ടാകണം. ഈ ഇരിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, അവൻ്റെ വീട്ടിൽ 18 വയസ്സായ മക്കളുണ്ടെങ്കിൽ അവർ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ വോട്ടർ പേര് ചേർക്കാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ യാത്രകൾ കുറക്കണം. ആ ഇലക്ഷൻ്റെ ദിവസം വരുമ്പോൾ ഏപ്രിൽ 26-ാം തീയതി എവിടെയുണ്ടെങ്കിലും അവിടെ ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ പാകത്തിൽ പഠിക്കുന്ന കുട്ടികളെ വിളിച്ചു വരുത്തണം. യാത്ര പോയവരെ വിളിച്ചു വരുത്തണം. ആ ദിവസം കഴിഞ്ഞിട്ടേ വേറെ യാത്രക്ക് പോകേണ്ടതുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേക ശ്രദ്ധ ഈ ഒരു സമയത്ത് നമ്മൾ വരുത്തേണ്ടതുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വമാണത്. അതുപോലെ തന്നെ ഉംറ കർമ്മത്തിന് വേണ്ടി പോകാൻ ഒരുങ്ങി നിൽക്കുന്ന സംഘങ്ങളുണ്ട്. അവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ പോയി ഹറമിൽ പോയി പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. പക്ഷെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം അതിനു വേണ്ടി നമ്മളോട് എടുക്കാൻ പറഞ്ഞ പണി നമ്മൾ എടുക്കണം. അതെന്താ? അവിടെ വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ വോട്ട് ചെയ്യുന്ന ദിവസം തന്നെ ഉംറക്ക് പോയാൽ അവൻ എങ്ങനെ വോട്ട് ചെയ്യുക? ഒരു 4-5 സംഘം ഇവിടുന്ന് പോയാൽ എത്ര ആൾക്കാർ ഇവിടുന്ന് പോകും? അപ്പോൾ ഉംറക്ക് പോണ ആളുകളും കൊണ്ടുപോകുന്ന ആളുകളും ഒക്കെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്ത്, ഇലക്ഷൻ്റെ സമയത്ത് ഉംറ സംഘങ്ങൾ പോകാതിരിക്കുക. അത് കഴിഞ്ഞു പോകാം, അതിന് മുമ്പ് പോയി വരാം, അതൊക്കെ ചെയ്യാം. എന്തിനു വേണ്ടിയാണ്? നമ്മുടെ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ, ഈ രാജ്യത്തെ സൗഹാർദ്ദം നിലനിർത്താൻ, ഇവിടെ എല്ലാ മതവിഭാഗങ്ങൾക്കും ഒന്നിച്ച് സൗഹാർദ്ദത്തോടു കൂടി ഇവിടെ ജീവിക്കാൻ കഴിയുന്ന നമ്മുടെ ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ ഇത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഇലക്ഷനിൽ ഈ വോട്ട് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നത് ചെയ്യേണ്ട കാര്യം. അതുപോലെ തന്നെ നമ്മുടെ അവകാശങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിനെ നിയമപരമായ പോരാട്ടത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നോട്ട് പോകും. ഇപ്പോൾ CAA അത് സുപ്രീം കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്.
അങ്ങനെ അതിൻ്റെ നിയമ പോരാട്ടങ്ങൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോവുക. ഇതൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. എന്നാൽ ഇതിൻ്റെയൊക്കെ ഉപരി ഇതിനൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ട്. 100% ഇതിന് ഫലമുണ്ടാകുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ഇതിനൊക്കെ ഫലമുണ്ടാക്കി തരാൻ കഴിവുള്ളവനാണ് മുകളിലിരിക്കുന്നവൻ, പടച്ച തമ്പുരാൻ. ആ അള്ളാഹുവിനെ നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ സഹായത്തിന് നമ്മൾ അർഹരാകേണ്ടതുണ്ട്. 3 കാര്യം നമുക്കാവശ്യമാണ്. ഒന്നാമത്തേത് നമുക്കിവിടെ ആധിപത്യം, രണ്ടാമത്തേത് നമ്മുടെ ദീനിൻ്റെ നിലനിൽപ്പ്, മൂന്നാമത്തേത് ഇപ്പോഴുള്ള ഭയം നീങ്ങി നമുക്ക് നിർഭയത്വം ലഭിക്കണം. ഇത് 3 നമുക്ക് നൽകാമെന്നാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. അത് 3 നൽകണമെങ്കിൽ ഒരു ഡിമാൻഡ് നമ്മളോട് പറയുന്നുണ്ട്. ഈ റമളാൻ സംഗമത്തിൽ വന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്താ അള്ളാഹ് പറഞ്ഞത്? വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. വഅദല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു. അള്ളാഹയാണ് വാഗ്ദാനം നൽകുന്നത്, ഒരിക്കലും തെറ്റൂല, വഞ്ചിക്കൂല. ആർക്ക്? അല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്ത്, നിങ്ങളിൽ വിശ്വസിക്കുകയും അമലുസ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ഇതാ വാഗ്ദാനം നൽകുന്നു. ലയസ്തഖ്ലിഫന്നകും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് ഇവിടെ ആധിപത്യം നൽകിയതുപോലെ നിങ്ങൾക്ക് നാം ആധിപത്യം നൽകാം. ഒന്നാമത്തെ കാര്യം, വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതളാ ലഹും, നിങ്ങൾ തൃപ്തിപ്പെട്ട് നിങ്ങളുടെ മതമില്ലേ, ആ മതമനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കുവാനുള്ള നിലനിൽപ്പ് നൽകാം. രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തതോ, വലയുബദ്ദിലന്നകും മിൻ ബഅദി ഖൗഫിഹിം അംനാ, ഇപ്പോൾ നിങ്ങൾ ഭയത്തിലാണ്, നിങ്ങൾ ഭയവിഹ്വലരാണ്. ഞങ്ങളുടെ പൗരത്വം എന്താകും, ഞങ്ങളുടെ രാജ്യം എന്താകും, ഞങ്ങളുടെ മക്കളുടെ ഭാവി എന്താകും, ഞങ്ങളുടെ നാടിൻ്റെ സമാധാനം എന്താകും എന്ന ആശങ്കയിലും പേടിയിലുമാണ് നിങ്ങളുള്ളത്. എന്നാൽ ആ പേടി മാറ്റി, ആ ഭയം നീക്കി, അതിന് പകരം നിങ്ങൾക്ക് നിർഭയത്വം പ്രദാനം ചെയ്യുകയും ചെയ്യും. എന്തു വേണം? യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, നിങ്ങൾ എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണം, മറ്റൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല, എന്നിൽ മറ്റൊരാളെയും നിങ്ങൾ പങ്കു ചേർക്കാൻ പാടില്ല. അപ്പോൾ ഒന്നാമത് വേണ്ടത് എന്താ? വിശ്വാസികൾ അള്ളാന്റെ കാവൽ കിട്ടണമെങ്കിൽ, ഈ പറഞ്ഞ വാഗ്ദാനം അള്ളാഹു നിറവേറ്റി തരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് പ്രാർത്ഥനകൾ മുഴുവനും പടച്ചവന് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിനിപ്പോൾ സമൂഹം തയ്യാറാകുന്നുണ്ടോ? ഇവിടെയാണ് നമുക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അത് ഇബ്ലീസിന്റെ വാദമാണെന്നാണ് ചില പുരോഹിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ് ഇപ്പോൾ എവിടെ എത്തി? ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത് കോഴിക്കോട് ഒരു കബറിൽ കിടക്കുന്ന CM മടവൂർ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന് സംവാദം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, മുഖാമുഖം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ICUവിന്റെ ഉള്ളിലേക്ക് CM മടവൂർ കയറിപ്പോയി മരിച്ച വ്യക്തിക്ക് ജീവൻ കൊടുത്തു എന്നാണ് പറയുന്നത്. ആകാശത്തിലൂടെ വട്ടമിട്ട് പറക്കുന്ന വിമാനങ്ങളെ പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് കാലഘട്ടത്തിലായി പറയുന്നത്? ഫാസിസത്തിന്റെ വാള് നമ്മുടെ തലക്ക് മുകളിൽ തൂങ്ങിയാടുന്ന ഈ കാലത്ത്, അള്ളാഹുവിന്റെ സഹായം നമുക്ക് അനിവാര്യമായ ഈ കാലത്ത്, അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് പകരം മരിച്ചുപോയ മഹാന്മാരിലേക്കാണ് ആളുകൾ വിളിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റമളാൻ സംഗമത്തിൽ വന്നവർ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അല്ലാഹ് പറയണത്, യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുവീൻ, അതിൽ മറ്റൊന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത് എന്ന് അള്ളാഹു പറയുമ്പോ ഈ ലോകം തന്നെ മുഴുവൻ പടച്ചത് CM മടവൂരാണ് എന്ന് പറയുന്നിടത്തേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ എങ്ങനെ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടും? ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഇസ്ലാമിൽ ഒരു പ്രശ്നമല്ല, ന്യൂനതയില്ലാതിരുന്നാൽ മതി. ന്യൂനതയുള്ള പക്ഷമാണ് പ്രശ്നം. എണ്ണക്കുറവ് ഇസ്ലാമിൽ ഒരു ബലഹീനതയല്ല. കാരണം എന്താ? ഈ വിശുദ്ധ റമളാൻ 17-ലാണല്ലോ ബദർ രണാങ്കണത്തിൽ മുശ്രിക്കുകളും മുസ്ലിമീങ്ങളും തമ്മിൽ ഏറ്റുമുട്ടിയത്. മുഅ്മിനീങ്ങളുടെ ഭാഗത്ത് 300 ശിലാനം ആളുകൾ, മറുഭാഗത്ത് ആയിരക്കണക്കിന് ആളുകൾ. പക്ഷെ ആരാണ് അവിടെ വിജയിച്ചത്? ആരാണ് വിജയിച്ചത്? മുഅ്മിനീങ്ങളാണ് വിജയിച്ചത്. കാരണം എന്തേ? അവിടെ അള്ളാഹുവിന്റെ സഹായമുണ്ടായി. മലക്കുകളെ ഇറക്കിക്കൊണ്ട് അള്ളാഹു അവരെ സഹായിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. എന്തേ കാര്യം? അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, പടച്ചോനെ, ആകാശത്തേക്ക് കൈയുയർത്തിക്കൊണ്ട് റസൂലുള്ള പറഞ്ഞു, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചാൽ, അങ്ങനെ തന്നെയാണ് പ്രയോഗം, ഈ ന്യൂനപക്ഷത്തെ നീ നശിപ്പിച്ചാൽ
പടച്ചോനെ നിന്നെ മാത്രം ഇബാദത്തെടുക്കാൻ ഈ ഭൂമി ലോകത്ത് ഇനി ആരും അവശേഷിക്കുകയില്ല, അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണേ എന്ന്. ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ആയിരക്കണക്കിന് വരുന്ന മലക്കുകളെ ഇറക്കിക്കൊണ്ട് അല്ലാഹു സഹായിച്ചു എന്നാണ്. ആ സഹായം കിട്ടിയതായിരിക്കാം ആള് കൂടിയോൽക്കല്ല ആള് കുറഞ്ഞോൽക്ക. എന്തേ കിട്ടാൻ കാരണം? അവർ അതിന് യോഗ്യരായിരുന്നു എന്നതാണ്. ഇപ്പൊ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ ചെയ്യേണ്ടത് അള്ളാന്റെ കാവല് കിട്ടാൻ നമ്മൾ യോഗ്യരാവുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അതുകൊണ്ട് ദുനിയാവിനോടുള്ള അമിതമായ പ്രേമം നമ്മൾ ഒഴിവാക്കുക, മരണത്തെ വെറുക്കുന്ന സ്വഭാവം നമ്മൾ ഒഴിവാക്കുക. കാരണം നമ്മളെക്കുറിച്ച് ഉള്ള ഭയം മറ്റുള്ള ആളുകളുടെ മനസ്സിൽ നിന്ന് പോകാണ്ടായ കാരണം എന്താ? ഈ ദുനിയാവിനോടുള്ള പ്രേമാണ്. ഇന്നത്തെ കൗമിനുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. അള്ളാന്റെ റസൂൽ പറഞ്ഞു നോക്കൂ നിങ്ങൾ, യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ അകലതു ഇലാ ഖിസ്അതിഹാ. ഒരു കാലം വരാനുണ്ട്. എന്താ കാലത്തിന്റെ പ്രത്യേകത? വിശന്ന ആളുകൾ ഭക്ഷണത്തളികയിലേക്ക് കൈ നീട്ടി വരുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിന്റെ നേരെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ കൈ നീട്ടി കടന്നു വരിക എന്ന ഒരു കാലം വരാനുണ്ട്. ഫഖാല ഖായിലുൻ, ചോദിക്കുന്നവൻ ചോദിച്ചു, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ, അന്ന് പ്രവാചകരെ ഞങ്ങൾ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. ഖാല, അവിടുന്ന് പറഞ്ഞു, ബൽ അൻതും യൗമഇദിൻ കസീർ, അല്ല നിങ്ങൾ ധാരാളം ആളുകൾ ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ സ്വഭാവം എന്താണെന്നോ? വലാകിന്നകും ഉസാഉൻ കഉസാഇസ് സൈൽ, വെള്ളത്തിലൂടെ ഒഴുകിപ്പോകുന്ന ചപ്പ് ചവറുകളെ പോലെയാണ്, ചണ്ടികളെ പോലെയാണ് നിങ്ങൾ ഉണ്ടാവുക. വിശ്വാസം ഉണ്ടാവുകയില്ല, അമലസാലിഹാത്തുകൾ ഉണ്ടാവുകയില്ല, ഈമാൻ ഉണ്ടാവുകയില്ല, പുറം മൂടി മാത്രമേ നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ. വലയൻസഅന്നല്ലാഹു മിൻ സുദൂരിക്കും സുദൂരി അദുവിക്കുമുൽ മഹാബത മിൻകും, നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഭയം അള്ളാഹു എടുത്തൊഴിവാക്കുകയും ചെയ്യും. വലയഖ്ദിഫന്നല്ലാഹു ഫീ ഖുലൂബിക്കുമുൽ വഹൻ, നിങ്ങളുടെ മനസ്സിലാകട്ടെ അള്ളാഹു വഹൻ ഇട്ടു തരികയും ചെയ്യും. ഫഖാല, പറഞ്ഞു, വഖായിലുൻ, ചോദിക്കുന്നവൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലേ, വമൽ വഹൻ, എന്താണ് ഈ വഹൻ ഇട്ടു തരുമെന്ന് പറഞ്ഞാൽ? മുസ്ലിം ഉമ്മത്തിന്റെ ഹൃദയത്തിൽ വഹിനിട്ട് തരുമെന്ന് പറഞ്ഞല്ലോ, എന്താണ് ഈ വഹിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖാല, അവിടുന്ന് പറഞ്ഞു, ഹുബ്ബുദ് ദുനിയ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ആർത്തി, അതോടൊപ്പം തന്നെ മരിക്കണീനെ കുറിച്ചുള്ള പേടി, ഇത് രണ്ടും നിങ്ങളെ മനസ്സിലേക്ക് അള്ളട്ട് തരും. അപ്പം എന്ത് സംഭവിക്കും? ശത്രുക്കൾക്ക് നിങ്ങളെ പേടി ഉണ്ടാവില്ല. ഇന്നെന്താ സംഭവിക്കണത്? ഇന്ന് ദീനിയായ മതപരമായ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു പോരാത്തവനാണ്, അവൻ പുരോഗമനറിയാത്തവനാണ്, അവൻ ഏതോ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വന്നവനാണ് എന്ന രീതിയിലല്ലേ ഇന്ന് പലപ്പോഴും ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര ഗുരുതരമായ വിഷയമാണിത്. ഇന്നെല്ലാവർക്കും അടിച്ചു പൊളിക്കണം എന്നുള്ളതാണ്. ഈ ജീവിതം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ളതല്ലേ. ഇപ്പം ഈ അടുത്ത കാലത്ത് ഞാനൊരു ക്ലിപ്പ് കണ്ടു. ഈ സർവീസിൽ നിന്ന് വിരമിച്ച അധ്യാപകരുടെ ഒരു സംഗമത്തിലെ ഒരു പ്രോഗ്രാമിൻ്റെ ക്ലിപ്പാണ്. അവിടെ ഒരു വലിയ ഡാൻസ് നടക്കുകയാണ്. ആരാ ഡാൻസ് ചെയ്യുന്നത്? നല്ല മ്യൂസിക് ഇട്ടിട്ട് 2 പേര് ഡാൻസ് ചെയ്യാം. 2 സ്ത്രീകളാണ്. ഒരാൾ പുരുഷൻ്റെ വേഷം കെട്ടിയിട്ടുണ്ട്, ഒരാൾ സ്ത്രീയുടെ വേഷം കെട്ടിയിട്ടുണ്ട്. 70 വയസ്സിന് മുകളിലുള്ള ആളുകൾ. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇതാണെന്ത് പ്രായം ചെന്ന ആളുകളിൽ പോലും കാണുന്നതെങ്കിൽ പിന്നെ പുതിയ ഈ ന്യൂ ജനറേഷൻ്റെ അവസ്ഥ എന്തായിരിക്കും? എന്താ അള്ളാന്റെ റസൂൽ പറഞ്ഞത്? ആൺവേഷം കെട്ടാൻ പാടുണ്ടോ? പെണ്ണ് ആൺവേഷം കെട്ടാൻ പാടുണ്ടോ? ആണ് പെൺവേഷം കെട്ടാൻ പാടുണ്ടോ? ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. അവർക്ക് ശാപമാണ്, അല്ലാഹു അവരെ ശപിച്ചിരിക്കുന്നുവെന്നാണ്. ഒരിക്കലും പുരുഷന്മാർ ആൺവേഷം അല്ല സ്ത്രീ വേഷം കെട്ടാൻ പാടില്ല, സ്ത്രീകൾ അങ്ങോട്ടും കെട്ടാൻ പാടില്ല. ഇന്ന് സ്ത്രീ ആരാണ് പുരുഷനാരാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഇത് കുട്ടികളുടെ അവസ്ഥ എന്താ? പെൺകുട്ടികളൊക്കെ മുടി വെട്ടുക, ആൺകുട്ടികളൊക്കെ മുടി നീട്ടുക, അല്ലേ? നടന്നു പോകുമ്പോൾ എല്ലാവർക്കും ഒരേ വേഷം, ഇറുകിപ്പിടിച്ച ജീൻസ്, അതുപോലെ തന്നെ ഇറുകിയ വസ്ത്രങ്ങൾ. ഇതൊന്നൊരു വിഷയമല്ലാതുമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പെരുന്നാൾക്ക് എല്ലാവരും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന സമയമാണ്. ഇതല്ലാത്ത ആരെടുക്കുക? ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞവനാണ് കുഴപ്പം. ഇതൊക്കെ പുതിയ കാലാന്നാണ് പറയാം. അവർക്ക് ജീവിതമല്ലേ, കുട്ടികളല്ലേ, അടിച്ചു പൊളിക്കട്ടെ എന്ന്. അതാ പറഞ്ഞു ഹുബ്ബുദ് ദുനിയ വകറാഹിയത്തുൽ മൗത്ത്, ഈ ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ പ്രേമം,
മരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പക്കിന് ബേജാറ്, ചെറിയൊരു വേദന വരുമ്പോഴേക്ക് എവിടെ പോയിട്ട് വീട് വിറ്റാലും വേണ്ടില്ല രക്ഷപ്പെടണം എന്നുള്ളൊരു ഓർമ്മ. ചികിത്സിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഒരു വിശ്വാസിക്ക് വേണ്ടത് ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും, ഞാൻ മരിക്കാനുള്ളവനാണ്, അതിന് മുമ്പ് എനിക്കിവിടെ ജീവിക്കണം, ആ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി എനിക്ക് നേടണം, പടച്ചോനെ പറഞ്ഞനുസരിച്ച് ഞാൻ ജീവിക്കുള്ളൂ, ഞാനൊരു വിശ്വാസിയാണ്. ഈ പരലോക ചിന്തയും ബോധമൊന്നും ഇല്ലാത്ത മനുഷ്യന്മാർ ചെയ്യണതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റൂല. ഈ ഒരു ബോധത്തോടു കൂടിയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെ ഒരു വിനയത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾക്ക് മാത്രമേ അള്ളാൻ്റെ കാവലുണ്ടാവുള്ളൂ, അള്ളാൻ്റെ സഹായം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, പുതിയ കാലത്ത് ഒരുപാട് ആശങ്കകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആ ആശങ്കകൾക്കെല്ലാം മറുപടി എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നതാണ്. അള്ളാഹുവിനെ നിങ്ങൾ ആര് സൂക്ഷിക്കുന്നുവോ അവർക്ക് അള്ളാഹു ജീവിതത്തിൽ ഒരു തുറവുണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ ഈ കാർമേഘമൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഒരു വലിയ വെല്ലുവിളിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ, ലിബറലിസം നമ്മുടെ വീടകങ്ങളിലേക്ക് അടിച്ചു വീശി കൊടുങ്കാറ്റായി കടന്നു വരുമ്പോൾ, നമ്മുടെ മക്കൾ നമുക്ക് പിടുത്തം കിട്ടാതെ പോകുമ്പോൾ, വിവാഹത്തിന്റെ സമയമാകുമ്പോൾ സ്വയം കാര്യങ്ങൾ തീരുമാനിച്ച് ആരുടെയെങ്കിലും ഒക്കെ കൂടെ ഒളിച്ചോടാൻ കാത്തു നിൽക്കുമ്പോൾ, ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ കുടുംബത്തെ കൂടുതൽ ഇസ്ലാമികവൽക്കരിക്കുക, അതിനാണ് ഇങ്ങനത്തെ ക്ലാസ്സുകൾ. അതാ റമദാൻ മാസത്തിൽ നമ്മൾ ഇതുപോലുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കാനുള്ള കാരണം. ഈ ക്ലാസ്സിന് വരുമ്പോൾ സ്വന്തം മക്കൾ ഇവിടെ വന്നിട്ടുണ്ടോ നോക്കണം. സ്വന്തം മക്കൾ വന്നിട്ടുണ്ടോ, അതോ അവരിപ്പോഴും പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങുകയാണോ? ഇതൊക്കെ ഉമ്മാക്കും ബാപ്പാക്കും ഉള്ളതാണ്. അതാണോ ചിന്ത? ഭാര്യ പോന്നപ്പോൾ ഭർത്താവ് വന്നിട്ടുണ്ടോ? ഭർത്താവ് വന്നപ്പോൾ ഭാര്യ വന്നിട്ടുണ്ടോ? ഓരോരുത്തരും ചിന്തിക്കണം. കാരണം കുടുംബാംഗങ്ങൾ ഇത്തരം ക്ലാസ്സുകളും കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ കേട്ട് ഈ പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ മാത്രമേ അതിജീവിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു വിശുദ്ധ റമളാനിൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ, പുതിയ വെല്ലുവിളികളെ തിരിച്ചറിയാൻ. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഏത് സമയത്ത് അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കും നമുക്ക് പറയാൻ കഴിയില്ല. സഹോദരങ്ങളെ, മരിച്ചു പോകുമ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് കബറിൽ വെച്ച് എല്ലാവരും തിരിച്ചു പോരും. നാട്ടുകാരൊക്കെ 2 ദിവസം കൊണ്ട് നമ്മളെ മറക്കും. വീട്ടുകാരൊരു 1 മാസം 2 മാസം കൂടിയൊക്കെ നമ്മളങ്ങനെ ഓർത്തു പോകും. പിന്നെ ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ അവനവൻ്റെ കബറിൽ അവനാൻ ചെയ്തത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ വലിയ വലിയ വരട്ട് തത്വശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞത് ഇവിടെ രാജ്യം നിയമം മാറ്റിയിട്ടുണ്ടാവും. ഇപ്പോൾ LGBTQ ആക്ടിവിസം വലിയ ആഘോഷമായി പുരോഗമനമായി നമ്മളെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് തുടങ്ങി റഷ്യയിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള നിയമം എന്താ? അത് തീവ്രവാദമാണെന്നാണ് അവർ പറയുന്നത്. ജനസംഖ്യ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ആഘോഷം നടത്തിയ കാലം, ക്യാമ്പയിൻ നടത്തിയ കാലമാണ്. ഇപ്പോൾ ചൈനയിൽ എന്താ പറയുന്നത്? നിയന്ത്രിച്ച സ്ഥലത്ത് ഇനി അവിടെ കുട്ടികളുടെ എണ്ണം കൂടണം എന്നാണ് പറയുന്നത്. മറ്റു രാജ്യങ്ങൾ എന്താ പറയുന്നത്? 8 കുട്ടികളെങ്കിലും ഒരു സ്ത്രീ പ്രസവിക്കണം എന്നാണ് പറയുന്നത്. എന്തേ കാര്യം? അതിൻ്റെ റേഷ്യോ തെറ്റിയപ്പോൾ അവർ പ്രയാസം അനുഭവിക്കുകയാണ്. അതായത് പ്രായമുള്ള ആൾക്കാരുടെ എണ്ണം കൂടി, അവരെ നോക്കാനുള്ള ആൾക്കാരുടെ എണ്ണം കുറയും ചെയ്തു. വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ തിരിച്ചു വരികയാണ്, യഥാർത്ഥത്തിലേക്ക് തിരിച്ചു വരിക. അപ്പോഴേക്ക് എത്ര കൗമ് ഈ വിടുവായിത്വം പറഞ്ഞുകൊണ്ട് ഇത് വലിയ പുരോഗമനം പറഞ്ഞുകൊണ്ട് എന്താ മനുഷ്യന്മാർ കഴിഞ്ഞു പോയി. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെയും അള്ളാഹിൻ്റെ റസൂലിൻ്റെയും നിയമത്തിൽ മാത്രം നിൽക്കുക. അതൊരു കാലഘട്ടത്തിലും മാറ്റാൻ പറ്റാത്തതാണ്. ഇപ്പോൾ വ്യഭിചാരം കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുമ്പോൾ അതൊക്കെ തിരിച്ചു പറയും. അതുകൊണ്ട് വിശ്വാസികളെ, നമുക്കൊരു ഗ്രന്ഥമുണ്ട്, നമുക്ക് പ്രവാചകൻ്റെ അധ്യാപനങ്ങളുണ്ട്. ആ കയറിൽ നമ്മൾ മുറുകെ പിടിക്കുക. ഏത് വെല്ലുവിളികളെയും, ഏത് കൊടുങ്കാറ്റുകളെയും, പുതിയ കാലത്തിൽ വരുന്ന ഏത് കൊടുങ്കാറ്റുകളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ വിശുദ്ധ ഖുർആനാകുന്ന കയറിൽ നമ്മൾ മുറുകെ പിടിക്കുക എന്നതാണ് ഈ വിശുദ്ധ റമളാനിൽ നമുക്ക് ചെയ്യുവാനുള്ള ദൗത്യം. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ, മുഅ്മിനുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ഈ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും പരമാവധി അത് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിലുള്ള രോഗികൾക്കൊക്കെ അള്ളാഹു സമ്പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീം.